അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പറയാണ്, അതായത് ഇത്രേ ഉള്ളൂ. ഫിൽറ്റർ ഡോട്ട് ജെഎസ് നമ്മുടെ ആവശ്യം വെച്ചാൽ ഇവിടെ ഒരു അറേ ഉണ്ട്. ഓക്കെ, AR ഈക്വൽ ടു അറയിൽ കുറെ നമ്പേഴ്സ് ഉണ്ട്. 44, 35, 23, 10, 15, 77, 66, 34. കുറെ നമ്പേഴ്സ് ഉണ്ട്, ഓഡ് ഈവനും നമ്പേഴ്സ് ഉണ്ട്. ഇതാണല്ലോ നമ്മുടെ ആവശ്യം വെച്ചാൽ ഈ അറയിലുള്ള ഈവൻ നമ്പേഴ്സിനെ മാത്രമായിട്ട് എടുക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഈവൻ നമ്പേഴ്സിനെ മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റണം. പറഞ്ഞു മനസ്സിലായോ? എങ്ങനെ ചെയ്യാം? മാപ്പാണ് ഉപയോഗിക്കുന്നത് നമ്മൾ എങ്ങനെ ചെയ്യും? കോൺസ്റ്റ് വാർ ഈവൻ അറേ ഈക്വൽ ടു എന്തോ ഇത് എന്താ സംഭവിക്കും ഇവിടെ? പ്രിന്റ് ചെയ്യാണോ നമുക്ക് വേണ്ടേ? അതെങ്ങനെ സ്റ്റോർ ആവും? മാപ്പ് എന്താ ചെയ്യുന്നത്? ആ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഈവൻ അറയിലേക്ക് സ്റ്റോർ ആവും. ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്? ഫസ്റ്റ് റിട്ടേൺ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൊടുത്തില്ല, നമുക്ക് ആ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഞാൻ വേറൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതാം. ഫിൽറ്റർ ഫംഗ്ഷൻ പേര് കൊടുത്തു. ഈ ഫംഗ്ഷനിൽ എ കിട്ടുമല്ലോ അല്ലേ? ഇത് റിട്ടേൺ ചെയ്ത് ഇവിടെ റിട്ടേൺ ഉണ്ട് ഇവിടെ. കാര്യം നമ്മൾ ഒരു ലൈനായിട്ട് എഴുതുവാണെങ്കിൽ നമുക്ക് റിട്ടേൺ ഒക്കെ ഇങ്ങനെ എഴുതിയാൽ റിട്ടേൺ തന്നെയാണ്. നമ്മൾ പറഞ്ഞേക്കുന്നത് ഇതാണ്. എന്നിട്ട് ഇതേ എന്താ റിട്ടേൺ ചെയ്യുന്ന മാപ്പ്? ഫസ്റ്റ് വരുന്നത് 44. ഓക്കെ, എയിൽ 44 വരും. എന്ത് റിട്ടേൺ ചെയ്യും? വേറെന്തേലും സൂക്ഷിച്ചു നോക്ക്. അതെങ്ങനെ? ചുമ്മാ അറിയാം, നീ നോക്കി പറ. അല്ല, അതെങ്ങനെ? അപ്പൊ 0 വന്നു. ഓക്കെ, പിന്നെ വേറെ സാധനം ഇട്ടിട്ടുണ്ട്, ഒരു ഈക്വൽ ടു അവിടെ കിടപ്പുണ്ട്. കമ്പയർ ചെയ്യും. അപ്പൊ എന്താ ഔട്ട്പുട്ട്? അപ്പൊ 1 ആണോടാ? ട്രൂ ആണ് വരിക. അപ്പൊ എന്താ റിട്ടേൺ ആവുക? അപ്പൊ എന്തായിരിക്കും അറയിലേക്ക് വരിക? ഓക്കെ, ഇനി 35 വരുമ്പോഴോ? അതായത് നമ്മൾ കൺസോളിൽ നോക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് ഇതായിരിക്കും. നമ്മുടെ ആവശ്യം എന്താ? പറ, എന്ത് ചെയ്യാം? എല്ലാരും നോക്കിയേ, കറക്റ്റ് ആണോ അത്? അതെ, ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പം ഈവൻ ആണെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്യാം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, റിട്ടേൺ ചെയ്യുന്നില്ല. നമ്മൾ പറഞ്ഞു റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് ഇവിടേക്ക് വരിക, ഈവൻ അറയിലേക്ക്. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എൽസ് കൊണ്ട് ആവശ്യമുണ്ടോ? എൽസ് നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യും? ഒന്നുമില്ല, നമുക്ക് ഈവനെ മാത്രം മതി ഇല്ലേ? ഈ പുതിയ അറയിലേക്ക്, ഈവൻ അറ എന്ന് പറഞ്ഞ അറയിലേക്ക് ഈവൻ മാത്രം മതി നമുക്ക്, ആണല്ലോ? ഓക്കെ, പക്ഷെ നോക്കിക്കോണേ,
അതായത് മാപ്പ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ എല്ലാ എലിമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വാല്യൂ ഇങ്ങോട്ട് കൊണ്ടുവരും. മാപ്പ് എപ്പോഴും ഒരു അറയിലെ എലമെന്റ്സിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന, അതിന്റെ എണ്ണം കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല. എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പുതിയ എന്ത് ചെയ്യും അറയിൽ അതുപോലത്തെ പുതിയ എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് കേസ് നോക്കിയേ, ഫസ്റ്റ് കേസിൽ എന്തിട്ട് കോൾ ചെയ്യും? 44 കോൾ ചെയ്യും. എന്ത് റിട്ടേൺ ചെയ്യും? 44 റിട്ടേൺ ചെയ്യും. കാര്യം ട്രൂ ആണ്. സെക്കൻഡ് കേസിൽ 35 കോൾ ചെയ്യും. ആ ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യില്ല, അത് ആ റിട്ടേൺ വർക്ക് ആവില്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ റിട്ടേൺ എഴുതാത്ത ഒരു ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യും? അൺഡിഫൈൻഡ് ഇല്ലേ? അപ്പൊ ഇഫ് വർക്ക് ചെയ്യാത്തതുകൊണ്ട് ആ ഫംഗ്ഷന് വേറെ ഒരു എക്സ്പ്ലിസിറ്റ് റിട്ടേൺ ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? അൺഡിഫൈൻഡ് വർക്ക് ചെയ്യും. അടുത്ത എന്താ? 23 അൺഡിഫൈൻഡ്, 10 പോവും, 15 അൺഡിഫൈൻഡ്. കണ്ടോ? ഇങ്ങനെ പോകും. അതായത് മാപ്പ് ഉപയോഗിച്ച് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. മാപ്പ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെന്റ്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ? അവിടെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഫിൽറ്റർ. മാപ്പ് ഉപയോഗിക്കുന്നത് അറയിലെ എലമെന്റ്സിനെ മോഡിഫൈ ചെയ്യാൻ. ഫിൽറ്റർ ഉപയോഗിച്ചാൽ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. ഉള്ള എലമെന്റ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ടഡ് സാധനങ്ങളെ മാത്രം കൊണ്ടുവരാം. ആ ഏതിന്റെ കേസ് പറഞ്ഞേ? മാപ്പിൽ നിന്ന് റിട്ടേൺ ചെയ്യും. പറ എൽസ്. നീ അതാ പറഞ്ഞേ എൽസ്. അത് എൽസ് അങ്ങനെ വരത്തില്ല. കാര്യം വെച്ചാല് ഇത് റിട്ടേൺ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈവനർ ഉണ്ടാകുന്നത്. പിന്നെ ഈവനർ എടുത്ത് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? ഇപ്പൊ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞ ശേഷമാണ് അറയിലെ എലമെന്റ്സ് വരിക. ഇതിന് പകരം നമുക്ക് ഫിൽറ്റർ ഉപയോഗിക്കാം. മാപ്പിൽ നമ്മൾ അധികം തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ പിന്നെ മാപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അൺഡിഫൈൻഡ് ആണോ നോക്കിയിട്ട് ഫോർ ലൂപ്പ് ഇട്ട് റിമൂവ് ചെയ്യേണ്ടി വരും. വെറുതെ മെനക്കേട് അല്ലേ? അതിന് വരെ ഒറ്റ ഫോർ ലൂപ്പ് ഇട്ട് തന്നെ ഇത് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഇതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഫിൽറ്റർ. ഓക്കെ, മാപ്പും ഫിൽറ്ററും കണ്ടാൽ ഒരുപോലെ ഇരിക്കുമെങ്കിലും രണ്ടും രണ്ട് രീതിയിലാണ് വർക്ക് ചെയ്യുക. അത് മനസ്സിലാക്കണേ. രണ്ട് വർക്ക് ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആണ്. നോക്കിക്കോ. അപ്പം ഇതേപോലെ തന്നെയാണ് എഴുതുന്നത്. ഫാർ ഈവൻ അറേ ഈക്വൽ ടു AR ഡോട്ട് ഫിൽറ്റർ. അതിലേക്ക് പാസ് ചെയ്യേണ്ടതും ഒരു ഫംഗ്ഷൻ. എന്തെങ്കിലും പേര് കൊടുക്കാം, ഫിൽറ്റർ എന്ന് കൊടുത്തു. അതെല്ലാം സെയിം തന്നെ. അപ്പം ഫിൽറ്റർ എന്ത് ചെയ്യും? അറയിലുള്ള ഓരോ എലമെന്റ് ഇട്ട് ഇതിനെ കോൾ ചെയ്യും. അത് ഇവിടെ കിട്ടും. ഇത്രയും വരെ കറക്റ്റ്. ഓക്കെ, ഇനി സംഭവിക്കുന്നത് വെച്ചാല് ഈ ഫിൽറ്റർ അറയിലുള്ള ഓരോ എലമെന്റ് ശ്രദ്ധിച്ചേക്കണേ, ഓരോ എലമെന്റ്സിനെ ഇട്ടിട്ട് ഈ ഫിൽറ്റർ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ ആണല്ലോ? അത് അതുപോലെ തന്നെ നടക്കും. കോൾ ചെയ്യുമ്പം ഈ ഫിൽറ്റർ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ ആ എലമെന്റിനെ ഇതിലേക്ക് ആഡ് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ആഡ് ചെയ്യില്ല. അതായത് ആദ്യമേ 44 ഇട്ട് കോൾ ചെയ്യും. 44 ഇട്ട് കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നത് ട്രൂ ആണെങ്കിൽ 44 ഇതിലേക്ക് ആഡ് ആവും. അടുത്ത് 35 ഇട്ട് കോൾ ചെയ്യും. 35 ഇട്ട് കോൾ ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ട്രൂ ആണെങ്കിൽ 35 ഇതിനകത്തോട് ആഡ് ആവും. ഇല്ലെങ്കിൽ 35 ആഡ് ആവത്തേയില്ല. ഒന്നും സംഭവിക്കില്ല. ഇതാണ് വർക്കിംഗ്. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിട്ട് റിട്ടേൺ a mod 2 equal to 0. അത് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത് ട്രൂ ഓർ ഫോൾസ് ആണ്. എന്നാലും ചോദിക്കേ, ആദ്യം എന്ത് വരും? 44 വരുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താ റിട്ടേൺ ചെയ്യുന്നത്? ട്രൂ. അപ്പൊ എന്ത് ചെയ്യും? 44 മോഡിഫൈ ചെയ്യത്തില്ല, അതുപോലെ തന്നെ ആഡ് ചെയ്യും. 44 ആഡ് ചെയ്യും. അടുത്ത എന്താ? 35. റിട്ടേൺ ചെയ്യുന്ന ഇവിടെ കണ്ടീഷൻ ആണ്, എലമെന്റ് അല്ല. ഓക്കെ, റിട്ടേൺ ചെയ്യുന്ന ഒന്നേ ട്രൂ അല്ലെ ഫോൾസ് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ആ ഒരു സെറ്റപ്പ് വരാൻ വേണ്ടി നമ്മൾ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. അത് ഈവൻ നമ്പേഴ്സ് ആകുമ്പോൾ മാത്രം എന്ത് ചെയ്യും? ട്രൂ റിട്ടേൺ ചെയ്യും. ഈവൻ അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ആ രീതിയിലാണ് നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത്. ഇനി നോക്കിയേ, ഇനി 35 ഇട്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും? 35 mod 2 equal to 0 ആണോ? അല്ല, ഫോൾസ് ആവും. അപ്പൊ 35 ആടാവില്ല, 23 ആടാവില്ല, 10 ആടാവും. മനസ്സിലായോ? ഈ രീതിയിലാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് ഞാൻ ഇവിടെ കൺസോൾ ഡോട്ട് ലോഗ് ഈവൻ അറേ കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ നോഡ് 20 നോക്കിയേ ഇല്ലേ? ഇപ്പൊ നമുക്ക് ഓഡ് നമ്പേഴ്സ് മാത്രം വേണ്ടെങ്കിലോ? മനസ്സിലായോ? ഇത് മനസ്സിലായോ സംഭവം? അതായത് ഇവിടെ റിട്ടേൺ ചെയ്യേണ്ടത് ട്രൂ അല്ലെങ്കിൽ ഫോൾസ് ആയിരിക്കണം. അപ്പൊ എവിടെയൊക്കെ ട്രൂ വരുന്നോ അതൊക്കെ റിട്ടേൺ ചെയ്യും. അപ്പൊ നമുക്ക് ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം? അതിനനുസരിച്ച് എഴുതാം. നമുക്ക് എന്ത് ടൈപ്പ് എലമെന്റ്സ് ആണോ വേണ്ട അതിനനുസരിച്ച് കണ്ടീഷൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ കണ്ടീഷൻ വരുമ്പോൾ ട്രൂ ആകുമ്പോൾ അതിനെ റിട്ടേൺ ചെയ്യും. എപ്പോഴും ബൂളിനായിരിക്കും റിട്ടേൺ ചെയ്യാൻ. അപ്പം ട്രൂ ആണ് റിട്ടേൺ ചെയ്യുന്നെങ്കിൽ ആ ലൂപ്പിലുള്ള എലമെന്റിനെ അല്ലെങ്കിൽ ആ ഐറ്റത്തെ എടുത്ത് അറയിലേക്ക് പാസ് ചെയ്യും, ആഡ് ചെയ്യും. ഇല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. ഇവിടെ എലമെന്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല.
ഇപ്പൊ 40 ഉണ്ടെങ്കിൽ 40 പറയാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാം. മനസ്സിലായോ? ട്രൈ നോക്കിയ ഫിൽറ്റർ. നിങ്ങൾ വീട്ടിൽ പോകണ്ടെന്ന് പക്ഷെ അതോ ഇവിടെ ഓടുവാണോ? ഇപ്പൊ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ നന്നായിട്ട് പഠിക്കണം. ടാറ്റ മരിച്ചതല്ലേ രാത്രിലോ? ഞാനും ഓണം മെമ്പർ ഇതായില്ലേ ഇന്നലെ? ഓണം മെമ്പർ ഏതാണ്? കൊറേ പേർക്ക് അടിച്ച്. നിങ്ങൾ ഇവിടെ ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയാൽ മതി. ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യാം 1 മണിക്കൂർ ഇരുന്നിട്ട്. എന്തോ നീ ഇറങ്ങണോ? അപ്പൊ ഇവിടെ കോളേജ് എവിടെ? കുസാറ്റിലാണോ? കുസാറ്റ് എങ്ങനെ ഉണ്ടാ? നീ അവിടെ നിന്നാണോ അടിച്ചേ? ഇല്ല, എനിക്ക് ഞാൻ ഇവിടെ തന്നെ പോയത്. വൈബാണോ? ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ സെക്കൻഡ് ഇയർ പോകും. ഓ, പിന്നെ ഫുള്ള് വീട്ടിലായില്ലേ? എക്സാം മാത്രം പിന്നെ പോകും. നൈറ്റ് ലൈഫ് ഒക്കെ ഉണ്ടല്ലേ അവിടെ? അമ്മയുടെ ഒന്ന് കളിക്കുന്നേ കാണാം നൈറ്റിലൊക്കെ. ബാസ്കറ്റ്ബോൾ ഒക്കെ എന്തോ നിങ്ങളെങ്ങനെ ക്ലാസ് മാറി മാറി ഉണ്ടിരിക്കുന്നത്? പല ഡിപ്പാർട്ട്മെന്റ് അല്ലേ? അത് ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ മാറിയിരിക്കണോ? നിങ്ങൾ ക്ലാസ് തന്നെ വരുമോ? ഞാൻ ചോദിച്ചു എലക്ട്രീസിന് അതോ സെയിം ബിൽഡിംഗ് തന്നെ മാറിയിരിക്കോ? അതോ ഞങ്ങളുടെ ബിൽഡിംഗിൽ ഇപ്പോ ഞങ്ങളുടെ CS-ഉം IT-യും സേഫ്റ്റി.
അവിടുത്തെ ട്യൂട്ടേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? ക്വാളിറ്റി ഉണ്ടോ? പഠിപ്പിക്കാൻ അറിവുണ്ടെന്ന് നല്ല അറിവുണ്ട് ടീച്ചർമാർക്ക്. പഠിപ്പിക്കുന്ന നമ്മളൊന്നും ചെയ്യാൻ പഠിപ്പിക്കണം ആ ഒരു ഇതല്ലേ. പക്ഷെ നല്ല കഴിവുകളുണ്ട്. മീൻസ് പ്രൊഫസേഴ്സ് ടൈപ്പില് കയറി നല്ലതാണ്. ചില ആൾക്കാർ കുഴപ്പമില്ല, പഠിപ്പിക്കുന്നു. അപ്പോൾ 1-2 പഠിപ്പിക്കുന്നില്ല. അത് ഞങ്ങൾ CS തുടങ്ങി. CS ഡിപ്പാർട്ട്മെന്റ് ഈ സീനിയർ ഡിപ്പാർട്ട്മെന്റ്. ലാബൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഇയർ ഏതൊക്കെ ആയിരുന്നു? ഫസ്റ്റ് ഇയർ സി അത് ലാബാണോ അതോ നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നോ? സി എന്ന് പറഞ്ഞിട്ട് സി പ്രോഗ്രാമിംഗ് വന്നിട്ട് സി ആയിരുന്നു പ്രോഗ്രാമിംഗ് ഫസ്റ്റ് ഇയർ. C++ വന്നു, പിന്നെ ജാവ വന്നു, പൈത്തൺ വന്നു. വെബ് ടെക്നോളജി ഒന്നുമില്ലായിരുന്നോ? വെബ് ടെക്നോളജി സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ HTML ലാബ് ഉണ്ടായില്ല. അത് എക്സാം ഉണ്ടായിരുന്നു, ചുമ്മാ എഴുതുമായിരുന്നോ? കോഡ് എഴുതുവാണോ? കോഡ് എഴുതാനല്ല, മീൻസ് അതിന്റെ നെറ്റ്വർക്കിന്റെ തിയറി. മറ്റേ MBMC ഒക്കെ ഉണ്ടായിരുന്നോ? മറ്റേ മൈക്രോ പ്രോസസർ ഒക്കെ? DS ഡാറ്റ സ്ട്രക്ചർ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുന്നത് DSA. വേറെ ഇലക്ടീവ്സ് ഏതൊക്കെയായിരുന്നു? ഞങ്ങളുടെ സമയത്ത് മൊബൈൽ കമ്പ്യൂട്ടിങ്, AI, പിന്നെ ലാസ്റ്റ് നീ ഏതെടുത്തേ? ഞാൻ മൊബൈൽ കമ്പ്യൂട്ടിങ്. എന്താ A എടുക്കാൻ? A എടുക്കാൻ എന്താ? അതുകൊണ്ട് പക്ഷെ മെഷീൻ ലേണിംഗ് ഉണ്ടായിരുന്നോ? മെഷീൻ ലേണിംഗ് ഉണ്ടായിരുന്നോ? അത് അത് എങ്ങനെയുണ്ട്? പഠിപ്പിച്ചൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ബിഗ് ഡാറ്റ എങ്ങനെയെങ്കിലും ഇത് കൂട്ടാൻ പറ്റില്ല. അവസാനത്തെ കണ്ടിരുന്നപ്പോ ഗ്രേഡ് 7.9 അല്ല 7.5 കിട്ടിയിട്ടുണ്ടോ? അത് നീ എങ്ങനെ കോളേജ് കഴിഞ്ഞ് എഴുതിയോ അതോ ഇപ്പോഴുണ്ടോ? എനിക്ക് 12 ഉണ്ടായി ടോട്ടല്. കഴിഞ്ഞ വർഷം എഴുതി തുടങ്ങി, ഡിസംബറിൽ എഴുതി. 2 എക്സാം കഴിഞ്ഞപ്പോഴേക്ക് ഫസ്റ്റ് 5 എഴുതി, അതിലൊന്നും പോയി, ബാക്കിയെല്ലാം കിട്ടി. ഇപ്പൊ ബാക്കി 7 എഴുതിയിട്ടുണ്ട്. 2 ദിവസത്തും പെട്ടെന്ന് എഴുതിയെടുക്കും, പിന്നെ മടുപ്പല്ലേ പോവാനൊക്കെ. നിങ്ങൾക്കോ? എടാ ഇല്ലേ സപ്ലി ഇല്ലേ? സപ്ലി അടിച്ചില്ലേ? സപ്ലി അടിച്ചില്ലേ നീ? ബാക്കിയുള്ളവരാ? നിങ്ങളുണ്ടോ? പറഞ്ഞോ 3 എന്തോ? നമുക്കില്ല. അവസാനത്തെ മറ്റേ ബിടെക്കിന്റെ നമ്മുടെ ഇത് ഇവാലുവേറ്റ് ഞങ്ങൾക്കില്ലായിരുന്നു അങ്ങനെ. അത് ഞങ്ങൾക്ക് അങ്ങനെയല്ല, അത് ഞങ്ങൾക്ക് നിങ്ങള് കയറ്റിയല്ലേ? ഞാനും കയറ്റിയ. എക്സാം കഴിഞ്ഞില്ല. ഞാൻ 19 ദിവസമുണ്ട്. കോമേഴ്സ് വൈവ ഉണ്ടോ ഞങ്ങക്ക്? വൈവ ആണല്ലേ? ആണോ? ഞങ്ങള് ഫസ്റ്റ് വായിച്ചാ കയറ്റിന്റെ. അന്ന് വൈവ മാത്രമേ ഉള്ളായിരുന്നു. 15-19 അന്ന് വൻ സമരമൊക്കെ ആയിരുന്നു കയറ്റിന്റെ. അന്ന് മറ്റേ ഇതുപോലെ ഇയർ ബാഗ് ഒക്കെ ഉണ്ടല്ലോ,
അപ്പൊ അതിന്റെ കുറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് പിള്ളേരെ കുറെ പേര് നമ്മുടെ കൂടെ ഉള്ള കുറെ പേര് തോറ്റ് ഫീഡ്ബാക്കായി. പിന്നെ സമരമൊക്കെ വെച്ച് അത് മാറ്റി. എന്തോ ഇവന്മാരൊന്നും സപ്ലൈ അടിക്കുന്നില്ലല്ലോ, പിന്നെന്തോ ഇവന്മാർക്ക്. ചെയ്തോ, ഫിൽറ്റർ ചെയ്തോ? അത് പറഞ്ഞ രണ്ടാമത്തെ ദിവസം ചുമ്മാ ചെയ്തോ. ഒന്നാം തവണ ചെയ്താ രണ്ടാമത്തെ നിങ്ങൾ കോളേജ് ചെയ്തായിരുന്നു? എങ്ങോട്ട് കോളേജ് കണ്ട്? ഞങ്ങള് കേറുന്നതിന് മുമ്പ് ഇറങ്ങിയ ശേഷം കൊറോണയ്ക്ക് ശേഷം കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിള്ളേരൊക്കെ എണ്ണം പറഞ്ഞ്, പിന്നെ ടീച്ചർമാരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കഴിഞ്ഞപ്പോ വേറെ പിന്നെ വന്നോ? നിങ്ങൾക്ക് ഓണപ്പരിപാടി ഒന്നും ഇല്ലായിരുന്നല്ലേ? കോവിഡ് ഒക്കെ ആയതുകൊണ്ട് ഉണ്ടായിരുന്നോ? രണ്ടു പരിപാടിയോ? റാങ്ക് ഒന്നും ഇല്ലായിരുന്നോ അവിടെ കുസാറ്റിലൊക്കെ? റാങ്ക് ഒന്നും ഇല്ലായിരുന്നോ? ആണോ? അതെങ്ങനെയാ ഒരു ദിവസമുണ്ട് നമുക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് ഡേ നല്ല റാങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ മൈൻഡ് അതേയില്ലേ? അത് കഴിഞ്ഞിട്ട് ഞാൻ മൈൻഡ് ഞങ്ങൾക്ക് ശരിക്കുണ്ടായിരുന്നു. ഫസ്റ്റ് നല്ലോണം കിട്ടും. അവരുടെ കൈ കിട്ടിയ നല്ലോണം ഹോസ്റ്റലിൽ ശരിക്കും കിട്ടും. എനിക്ക് നല്ലപോലെ കിട്ടിയതാ റാങ്ക്, നല്ലപോലെ കിട്ടിയ റാങ്ക്. അതെനിക്കറിയുന്ന ചേട്ടന്മാരെ അവരെ എന്നെ പിടിച്ചിട്ട് ആണോ? എന്നെ പിടിച്ച് മുടിയൊക്കെ വെട്ടി സീനായിരുന്നു. അവരെടുത്തോണ്ട് പോയോ? മറ്റേ ചേട്ടന് അറിയാൻ ഞങ്ങളുടെ കോളേജിൽ മറ്റേ ആന്റി റാങ്കിങ് സ്ക്വാഡ് ഉണ്ട്. അതായത് എവിടെയെങ്കിലും റാങ്ക് നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് റിപ്പോർട്ട് ചെയ്ത് കേസാ. ഇതൊക്കെ എന്നെ പിടിച്ച് റാങ്ക് ചെയ്തോണ്ടിരിക്കുക. അപ്പോഴത്തേക്ക് ആൾക്കൂട്ടം ഫുള്ള് ഞാനിങ്ങനെ നടക്കിക്കുക, എന്നെ വെള്ളമൊക്കെ തലക്കൂടെ ഒഴിച്ച് ഭയങ്കര സീനായിട്ടിരിക്കുക. അപ്പോഴത്തേക്ക് ഇവര് വന്നിട്ട് എത്തി നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഇവിടെ ചോദിച്ചു. റാങ്കിങ് ആണ്. ആ ശരി, എന്റെ ബസ് വന്നു. ഒറ്റപ്പോക്ക് ഒരു കാര്യമില്ല. അതൊരു മിസ്സായിരുന്നു. അവർക്കും പേടിയാ. പിന്നെ ഒരു സാറ് വന്ന് ഇടപെട്ട്, പിന്നെ സാറിനെ തെറി വിളിച്ചു. പിന്നെ സാറങ്ങ് സീനായി. ഞാൻ പിന്നെ അങ്ങ് പോയി. പിന്നെ സാറും അമ്മമാരൊക്കെ അടിയായി. ഇവിടെ പിന്നെ പാർട്ടി ഇല്ല, അതോട്ട് പുറത്ത് ഗേറ്റ് വരെ ഉള്ളു പാർട്ടി. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ആണല്ലേ? സഹാറ ഹോസ്റ്റല് ഇല്ല. കുസാറ്റിനകത്താണോ? ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ അതാണോ? ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഹോസ്റ്റലാണോ? പറഞ്ഞോ. അവിടെ പോലീസുകാരി പാർട്ടിയുടെ തല്ലായ സമയത്ത് ഈ ഉള്ളിലോട്ട് വരും ചാർജ് ചെയ്യാൻ വേണ്ടി. അപ്പൊ പിടിച്ചോമാരൊക്കെ പിന്നെ ഹോസ്റ്റലിൽ അല്ലാതെ കിട്ടണ കാലത്ത് ചെയ്തു ഒന്നും നോക്കി എല്ലാവരും നല്ല റൂമിൽ ഇരുന്നാൽ മാത്രം തല്ലി കൊടുക്കും.
മറ്റേ പാർട്ടിക്കാരും രണ്ടാമത്തെ, അതായത് ഒരറേ ഉണ്ട്, അറയ്ക്കകത്ത് കുറെ സ്ട്രിങ്സ് ഉണ്ട്. അതിൽ എ എന്ന് പറയുന്ന ആ ഒരു ലെറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ട്രിങ്സ് എല്ലാം കളയണം. ആപ്പിൾ, ഓറഞ്ച്, മാംഗോ, ഗ്രേപ്പ്, കിവി ആണെങ്കിൽ കിവി മാത്രമേ കാണാൻ പാടുള്ളൂ, ബാക്കിയെല്ലാം കളയണം. ഒരു ആപ്പിളിലുണ്ട്, ഓറഞ്ചിലുണ്ട്, മാംഗോയിലുണ്ട്, ഗ്രേപ്പിലുണ്ട്, കിവി മാത്രമില്ല. മനസ്സിലായി നിങ്ങൾക്ക്? എടാ, അതായത് ഒരു അറേ, ഈ അറയ്ക്കകത്ത് ആപ്പിൾ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മാംഗോ ഉണ്ട്, ഗ്രേപ്പ് ഉണ്ട്, കിവി ഉണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന ലെറ്റർ കണ്ടെയ്ൻ ചെയ്യുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാ? ആപ്പിളിലുണ്ട്, മാംഗോയിലുണ്ട്, ഗ്രേപ്പിലുണ്ട്, കിവി മാത്രമില്ല. അപ്പം എ ഉള്ളതെല്ലാം ഫിൽറ്റർ ചെയ്ത് കളയണം. ഫിൽറ്റേഴ്സ് ഔട്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. കിവി മാത്രം. ആ, കിവി മാത്രം. ഫിൽറ്റർ ഉപയോഗിക്കുക, ഇൻക്ലൂഡ്സ് ഉപയോഗിക്കുക. ആലോചിച്ചോ? പറഞ്ഞോ. ഇല്ലില്ല, വയ്ക്കുമ്പോ ഒരു സെക്കൻഡ്.
ഇത് ഒട്ടൊന്നും വരുന്നില്ല. ഏറുള്ളത് ഇല്ലാത്തൊന്നും എനിക്കെല്ലാം സംഭവം മറ്റേ ഇതിമല്ലേ പ്രിന്റർ ഫംഗ്ഷൻ മാത്രമേ നമ്മൾ ഇതാക്കേണ്ടുള്ളൂ. റിട്ടേണിൽ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കാം. മനസ്സിലായോ? നോട്ട് ചെയ്ത് കൊടുത്ത് അതല്ല ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്യണം. അതുള്ളതൊക്കെ ഉണ്ട്. അതില് പറഞ്ഞത് റെക്കമെൻഡേഷൻ വിളിക്കും. മറ്റേ നോട്ട് ചെയ്തത് കുറച്ച് കൂടൊക്കെ ഉണ്ട്. എനിക്ക് വർക്ക് ചെയ്യില്ല. വർക്ക് ചെയ്യും എനിക്ക് കൊണ്ട് പൊട്ടത് ഇവിടെ കൊടുത്ത് ഇവിടെ കൊടുക്കണം. പാരാമീറ്റർ സിംഗിളായി നമുക്ക് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യും. തൊട്ട് ഫ്രണ്ടില് നോട്ട് ഇട്ടാൽ ആ കണ്ടീഷൻ അല്ലാത്തത് മാത്രമേ കിട്ടാവുള്ളൂ. മനസ്സിലായി?
നോട്ട് എവിടെയാണ്? നോട്ട് എവിടെയാണ്? റിട്ടേൺ നോട്ട് പിന്നെ ശരി ആർ ഡോട്ട് നോട്ട് ഇൻക്ലൂഡ്സ് ആർ. നോട്ട് കൊടുത്തില്ലെങ്കിൽ എ ഉള്ളത് മൊത്തം വരും. നോട്ട് എയില്ലാത്തതല്ലേ ഇൻക്ലൂഡ്സ് ആണ്. അങ്ങനെ ചെക്ക് ചെയ്യുന്നത് അതായത് സാധാരണ നമ്മൾ ചെക്ക് ചെയ്യില്ല, ലെറ്റർ ചെക്ക് ചെയ്യില്ലേ, ഡോട്ട് ഇൻക്ലൂഡ്സ് ബ്രാക്കറ്റിലായ മനസ്സിലായില്ല. നോക്കട്ടെ. നോട്ട് മറ്റേ സിമ്പിൾ ആണോ? ഒന്നിന്റെ മുകളിൽ നോട്ടിന്റെ ആവശ്യമില്ല. നോട്ട് കൊടുത്തില്ലെങ്കിൽ എനിക്കൊന്നും എയില്ലാത്ത എ ഉള്ളത് വെറുതെ നോട്ട്സ് അപ്പൊ ഉള്ളത് വരുത്തുള്ളൂ. അതാ പറഞ്ഞ എ ഉള്ളത് ഇല്ലാത്തത് മാത്രമേ വരാറുള്ളൂ. ഫിൽട്ടർ ഔട്ട് അല്ലേ? ആ എന്നുവെച്ചാൽ ഏതൊക്കെ നമുക്ക് എടുക്കേണ്ടത് മറ്റൊരു അറിയില്ല. എടാ എ ഉള്ള സ്ട്രിങ്സ് ഫിൽറ്റർ വരാൻ പാടില്ല. എ ഉള്ളത് എയില്ലാത്തത് അത് റെസ്റ്റ് മറ്റേ സാധനത്തിന്റെ പോലെ അപ്പൊ നോട്ടെന്ന് പറഞ്ഞാൽ അത് കിട്ടണം എന്ന്. അതാണ് ഞാൻ പറഞ്ഞത്. പുറത്തേക്ക് എടുക്കണമെന്നല്ലേ? പുറത്തേക്ക് പറഞ്ഞത് അത് കാണിക്കണം. പുതിയ ആരെങ്കിലും ഈവൻ എന്ന് പറയുമ്പോ ഓട് കാണിക്കണം. റിട്ടേൺ ഔട്ട് അല്ലേ? പണ്ടത്തെ ഏതൊരു എന്നെ നോക്കണ്ടേ? ഞാൻ കീപ്പറാണ്, സ്റ്റേഷനറി കീപ്പർ. അവിടെ കീപ്പറുടെ സന്തോഷം. ഞാൻ സ്റ്റേഷനറി കീപ്പറാണ്. അല്ല അതില്ലാതെ ക്ലാസ് വന്നോളൂ ഇങ്ങനെ എല്ലാം പോയി. ഇതിപ്പോ എല്ലാവരും നമ്മൾ പരസ്പരം അറിയാൻ കളിയൊന്നുമില്ല അങ്ങനെ. ഓരോ സാധനം ഈ ഓരോ സാധനം ഇവിടെ പിന്നെ എല്ലാ ഫസ്റ്റ് ആപ്പിളിൽ അപ്രൂവല് അപ്രൂവും പക്ഷെ നോട്ടുള്ളതാണ് അതിന് കൊടുത്താൽ അങ്ങനെ അങ്ങനെ ഈ നോട്ട് അവിടെ കൊടുക്കും. സാധനം വരുന്നുണ്ട്. മറ്റേ പാരാമീറ്റർ
അടുത്ത നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇത് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയേ. നള്ള്. ഓക്കെ, അപ്പൊ ഈ നള്ളും നമ്മൾ ഡാറ്റ ടൈപ്പ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക. നൾ ഒന്നും ഇല്ലാന്ന് കാണിക്കാൻ വേണ്ടി ഡേറ്റ അത് മാത്രമേ ഉള്ളൂ, ആ ഒരൊറ്റ വാല്യൂ ഉള്ളതിന്. ഓക്കെ, നള്ള് അൺഡിഫൈൻഡ് വേറെ ഡാറ്റ ടൈപ്പ്, ഒറ്റ വാല്യൂ അൺഡിഫൈൻഡ്. ഓക്കെ, ബൂളിയൻ അതറിയാലോ നിങ്ങൾക്ക്, ട്രൂ ഓർ ഫാൾസ് ഉണ്ട്. നമ്പർ നമ്മുടെ സാധാരണ നമ്പർ. ബിഗിൻ ഉണ്ട്. ബിഗിൻ എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ നമ്മൾ നമ്പർ യൂസ് ചെയ്യുന്നു. ഇപ്പൊ നമുക്കൊരു പരിധി വരെയുള്ള നമ്പേഴ്സ് എല്ലാം നമ്മൾ സാധാരണ നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള, അത് കൂടുവാണെങ്കിൽ അത് ബിഗിൻ്റെ ആവും. അപ്പോൾ നമുക്ക് ബിഗിൻ്റെ ആവശ്യം വരാറില്ല. ഇതാണ് ബിഗിൻ റേഞ്ച്. ഓക്കെ, ഇത്ര കളിച്ചാൽ മതി. വലിയ വലിയ നമ്പേഴ്സ് ആണെങ്കിൽ അത് ബിഗിനിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇത്രയാണ് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പ്. പിന്നെ സ്ട്രിംഗ് ഉണ്ട്. ഓക്കെ, സ്ട്രിംഗ്. പിന്നെ അതുപോലെ വേറെ ടൈപ്പ് ഡാറ്റ ടൈപ്പ് ഉള്ളത് റെഫറൻസ് ഡാറ്റ ടൈപ്പ്. ഓർമ്മ ഉണ്ടോ? അത് ഏതൊക്കെയാ? ഒബ്ജക്റ്റ്, അറേ. ഇത് രണ്ടുമാണ് എന്ത്? റെഫറൻസ് ഡാറ്റ ടൈപ്പ്. പിന്നെ ആക്ച്വലി ഫംഗ്ഷനും റെഫറൻസാ. റെഫറൻസ് പോലെയാണ് ഫംഗ്ഷനും അറിയുക. അത് നമ്മൾ ഫംഗ്ഷൻ ചെയ്തിട്ട് എന്താ ഒരു വേറെ വേരിയബിളിലേക്ക് ഈക്വൽ ടു ഇട്ട് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ആവത്തുള്ളൂ. രണ്ടിലേക്കും വരുന്നത് സെയിം റെഫറൻസ് തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇനി ലെറ്റ് ആൻഡ് കോൺസ്റ്റന്റ് നോക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ നോക്കാം. ആ, അത്രേ ഉള്ളൂ. അതായത് വാറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ലെറ്റ്. അതായത് കുറെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചത്. അതായത് ഒന്നാമത്തെ കാര്യം വെച്ചാൽ വാർ a = 5. അതായത് വാർ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ. നമ്മൾ ഈ വാർ ഇട്ടില്ലെങ്കിൽ അത് വാർ തന്നെ, a = 5 ഇട്ടാൽ. ഓക്കെ ആണല്ലോ? വാറിന് പകരം വന്ന പുതിയ കീവേഡ്സ്, വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വാറിന് പകരം വന്ന പുതിയ കീവേഡ്സ് ആണ് ലെറ്റും കോൺസ്റ്റ്. അപ്പൊ അതിൻ്റെതായ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഓക്കെ, അപ്പം വാറ് ഏകദേശം ലെറ്റ് പോലെ തന്നെ. ഓക്കെ, അല്ലെങ്കിൽ ലെറ്റ് ഏകദേശം വാർ പോലെ തന്നെ. അതായത് ഇപ്പൊ വാർ a = 5 ഇട്ടു. നമ്മൾ എന്തിനാണ് ലെറ്റ് ഉപയോഗിക്കുന്നത് ഞാൻ പറയാൻ വരുന്നത്. ഓക്കെ, ഇതിനോട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെയും വന്നിട്ട് വാർ a = 20 എന്ന് കൊടുക്കാം. വാർ ആണെങ്കിൽ ഇങ്ങനെ എഴുതിയ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വാർ ഇല്ല, അത് റീപ്ലേസ് ആവും. വാർ a = 5 എന്ന് കൊടുക്കാം, വാർ a = 20 എന്ന് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഇതിനൊരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ പ്രോഗ്രാം ഒക്കെ എഴുതുമ്പോൾ ഈ പ്രോഗ്രാം ചിലപ്പോൾ 1000-10,000 ലൈനൊക്കെ ആയിരിക്കും. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ഒരു 10 മാസം അല്ലെങ്കിൽ 5 മാസം എടുത്തായിരിക്കും ഈ പ്രോഗ്രാം ചെയ്യുന്നത്. ഒത്തിരി ടൈം എടുത്തായിരിക്കും ചെയ്യുന്നത്. പല പല കാര്യങ്ങൾ ചെയ്ത് തന്നു. അപ്പം ഈ കേസുകളിൽ നമ്മൾ ആദ്യം തുടക്കം ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു എന്ന് വെച്ചാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് റീപ്ലേസ് ആവാൻ പാടില്ല, അങ്ങനെ ചേഞ്ച് ആവാൻ പാടില്ല എന്ന് വെച്ചോ. അപ്പൊ എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ അത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അത് മറന്നുപോയി. നമ്മൾ ആ പേരിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് മറന്നുപോയി. അപ്പൊ നമ്മുടെ പ്രോഗ്രാം 2000 ലൈൻ 3000 ലൈൻ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കണ്ട് ആ പേരിൽ വേറൊരു ആവശ്യത്തിന് വേറൊരു വേരിയബിൾ ഡിക്ലെയർ വെച്ചാൽ ഇപ്പൊ വാറാണ് ഉപയോഗിക്കുന്നത്. വാർ ഇപ്പൊ നമ്മൾ പൊതുവെ നമുക്കറിയാം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഞാൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്തെന്ന് എനിക്ക് അറിയാമെങ്കിൽ ഞാൻ പിന്നെ അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എന്താ ഉപയോഗിക്കുക? ഇങ്ങനെ ഇരിക്കും അല്ലേ? അത് നമുക്കറിയാം. കാര്യം നമ്മൾ ഓൾറെഡി വാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എ റീപ്ലേസ് ചെയ്യാൻ ഇങ്ങനെ എഴുതിയാൽ മതി. ഞാൻ മറന്നുപോയി എയുടെ കാര്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒന്നുകൂടെ വാർ ഇട്ടായിരിക്കും എഴുതുക. നമ്മൾ മറന്നു എന്ന് പറഞ്ഞ വേരിയബിളേ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കും. പിന്നെ വാർ = 20 ഇങ്ങനെ ഇട്ടാൽ വാർ ആണെങ്കിൽ ഒരു പ്രശ്നവും സംഭവിക്കില്ല, ഒരു എററും അടിക്കില്ല. ഓക്കെ ആണല്ലോ? പക്ഷെ ലെറ്റിന്റെ കേസിലുള്ളതെന്ന് വെച്ചാൽ ലെറ്റ് a = 20 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെയും ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. വാറിന് ശേഷമാണ് ലെറ്റ് വന്നത്. ഓക്കെ, ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ, ഓക്കെ ഞാൻ എവിടെയോ a ഉപയോഗിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ആ ചെറിയൊരു കാര്യം. അപ്പം അത് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു കാര്യം ഇവർ ഈ ലെറ്റ് ഇറക്കിയത്. അതായത് ഇനിയും തൊട്ട് നിങ്ങൾ വാറിന് പകരം ലെറ്റ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് വേണേൽ എന്ത് ചെയ്യാം? ഇപ്പൊ ലെറ്റിൽ a = 20 കൊടുത്തു, പിന്നെ അത് ചേഞ്ച് ചെയ്യാം 40. ഇതൊക്കെയാണ്. പിന്നെയും ലെറ്റ് ഉപയോഗിച്ചത് റീഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞത് മനസ്സിലായോ? അതായത് നമ്മൾ റീഡിക്ലെയർ ചെയ്യാൻ ശ്രമിക്കുന്ന എപ്പോഴാണ് നമ്മൾ ഈ വേരിയബിൾ നേരത്തെ ഉപയോഗിച്ചുള്ള കാര്യം മറന്നു പോകുമ്പോഴാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതായത് ഇനിയും തൊട്ട് നിങ്ങൾ ഇത്ര ചെയ്താൽ മതി, വാറിന് പകരം ലെറ്റ് ഉപയോഗിക്കും. എന്തോ അതിലേക്ക് വരാം. ഓക്കെ, അപ്പം അതാണ് സംഭവം.
ഓക്കെ, ലെറ്റ് വാറിന് പകരമാണ് ലെറ്റ്. ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ആദ്യം അല്ലെങ്കിൽ ഇനി ബ്ലോക്സ് അതിന് സ്കോപ്പ് ഉണ്ട്, അതിലൊക്കെ വരാം. ഓക്കെ, ഇനി അടുത്താണ് കോൺസ്റ്റ്. കോൺസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ കോൺസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ABC ഈക്വൽ ടു 10. നമുക്ക് പിന്നെ അതിനെ ചേഞ്ച് ചെയ്യാൻ പോലും പറ്റില്ല. അസൈൻമെന്റ് ടു കോൺസ്റ്റന്റ് വേരിയബിൾ. നമ്മൾ കോൺസ്റ്റ് ഉപയോഗിച്ച് ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ വേരിയബിൾ ആ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനി ഒരിക്കലും ചേഞ്ച് ചെയ്യേണ്ടെന്നുള്ള വാല്യൂസിനൊക്കെ നമുക്ക് കോൺസ്റ്റ് ഉപയോഗിക്കാം. മനസ്സിലായോ? അതാണ് കോൺസ്റ്റ്. അപ്പൊ നമ്മൾ ഇനി അങ്ങോട്ട് ലെറ്റും കോൺസ്റ്റും ആണ് വാറിന് വരെ ഉപയോഗിക്കാം. വാറിന് പകരം ഡയറക്റ്റ് ലെറ്റും, ഇനി ഒരിക്കലും നമ്മൾ ചേഞ്ച് ചെയ്യാത്ത വേരിയബിൾ എല്ലാം കോൺസ്റ്റ്. മനസ്സിലായത്? ഇത്ര ഉള്ളു സംഭവം. ഓക്കെ, ഇനി നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് വെച്ചാൽ നമ്മൾ അറേ, ഒബ്ജക്റ്റ്, ഫംഗ്ഷൻ ഇത് മൂന്നും എഴുതുമ്പോൾ നമ്മൾ കോൺസ്റ്റ് ആണ് കൊടുക്കുക. നിർബന്ധമില്ല, ലെറ്റ് കൊടുക്കാം, കോൺസ്റ്റ് കൊടുക്കാം. നമ്മൾ കോൺസ്റ്റ് അതിന്റെ കാര്യം ഞാൻ പറയാം. AR ഈക്വൽ ടു 2 3 4 5. ഓക്കെ ആണല്ലോ? AR ഡോട്ട് പുഷ് 20. എറർ അടിക്കോ ഇല്ലയോ? കാര്യം എന്താ? പുഷ് ചെയ്യാണ്. ചേഞ്ച് ആയില്ലേ? അടിക്കും എന്നുവെച്ചാ വാല്യൂ മാറുന്നുണ്ട്. അതിനകത്തൊരു വാല്യൂ അല്ലടാ, അതിനകത്തൊക്കെ ഒരു പുതിയ നമ്പർ അല്ലേ വന്നേക്കുന്നേ. ഏകദേശം കറക്റ്റ് ആണ്. അതായത് ഇവിടെ സംഭവിക്കുന്ന വെച്ചാല് ഞാൻ ഇവിടെ കോൺസ്റ്റ് AR ഈക്വൽ ടു എന്ന് പറഞ്ഞ അറേ കൊടുത്തു. ഓക്കെ, ഇത് എറർ അടിക്കുന്ന ആദ്യം നോക്കാം, എന്നിട്ട് നോക്കാം. അടിച്ചില്ല. ഓക്കെ, അതിന്റെ കാര്യം എന്താ വെച്ചാല് കോൺസ്റ്റ് AR ഈക്വൽ ടു ഒരു അറേ കൊടുത്താൽ ARലേക്ക് എന്താ വരുന്നത്? റെഫറൻസ് ആണ്, അറേ അല്ല, റെഫറൻസ് ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ? പുഷ് ചെയ്താലും ARൽ എന്താ ഉള്ളത്? ആ റെഫറൻസ് തന്നെ, അത് ചേഞ്ച് ആവുന്നില്ല. നമുക്ക് ഒരിക്കലും AR ഈക്വൽ ടു എന്ന് പറഞ്ഞ് വേറെ എഴുതാൻ പറ്റില്ല, അത് എറർ അടിക്കും. ഇത് കൊടുത്ത് നമ്മൾ കൺസോൾ ചെയ്യാൻ നോക്കുവാണെങ്കിൽ മനസ്സിലായോ? അപ്പം ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പൊതുവെ കോൺസ്റ്റ് ആണ് കൊടുക്കാറ്. ലെറ്റ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, വെറുതെ ഇവിടെ അറയ്ക്ക് ഇത് പറ്റുന്നതുകൊണ്ട് അങ്ങ് കൊടുക്കുക. അറേ, ഒബ്ജക്റ്റ്, ഫംഗ്ഷൻ. അഡ്രസ് മാറ്റാ കാരണമാണ്. മനസ്സിലായത്? അറേ, ഒബ്ജക്റ്റ്, ഫംഗ്ഷൻ ഇതിന് മൂന്നിനും ഇങ്ങനെയാണ് കൊടുക്കുക. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ ഡെവലപ്പേഴ്സ് എല്ലാം ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾ നാളെ ഓൺലൈൻ പോയി റെഫർ ചെയ്യുമ്പോഴും അവിടെയും കോൺസ്റ്റ് ആയിരിക്കും കിടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിന് മാത്രം കൊടുക്കാൻ പറ്റും, അത് കാര്യം കൊണ്ടാണ്. അതുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങ് കൊടുക്കുന്നു. ലെറ്റ് കൊടുത്താലും സെയിം എഫക്ട് തന്നെ. ലെറ്റും കോൺസ്റ്റും മനസ്സിലായോ? വാറിന് പകരം ഉപയോഗിക്കാൻ പോകുന്ന അടുത്ത കീവേഡ്സ് ആണ് ലെറ്റിംഗ്. ഇനി അങ്ങോട്ട് ലെറ്റും കോൺസ്റ്റ് മാത്രമേ നിങ്ങൾ ഉപയോഗിക്കൂ. ഇതുവരെ വാറിനെ ഉപയോഗിച്ചെന്ന് വെച്ചാൽ ചുമ്മാ ഒന്ന് യൂസ് ചെയ്യാൻ വേണ്ടി, പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നേയില്ല. ഓക്കെ ആണല്ലോ? ഇനി ഇതിന് വേറൊരു പ്രത്യേകമുണ്ട്. സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ? സ്കോപ്പ് എന്താ? സ്കോപ്പ് അതെ, അത് ഒരു വേരിയബിൾ നമ്മൾ എടുക്കുവാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന പരിധി, അതാണ് എന്റെ സ്കോപ്പ്. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ var A ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഓക്കെ, var B ഈക്വൽ ടു 20. സോറി, ലെറ്റ് കൊടുക്കാം. അതുപോലെ കോൺസ്റ്റ് C ഈക്വൽ ടു 30. ഈ മൂന്ന് വേരിയബിളും ഈ ഫയലിനകത്ത് എവിടെ വേണേലും നമുക്ക് ഉപയോഗിക്കാം. ഇല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് B കൊടുക്കാം, അല്ലെങ്കിൽ C+B കൊടുക്കാം, ഇല്ലേ? അപ്പൊ നമുക്ക് ഈ 3 വേരിയബിൾ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇതൊക്കെയാണല്ലോ ഈ പ്രോഗ്രാമിൽ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഞാൻ വേറെ ചെയ്യാനുള്ള വെച്ചാൽ ഞാനിവിടെ ഒരു വേരിയബിൾ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഞാനൊരു ബ്ലോക്ക് ഓപ്പൺ ചെയ്തു. ഇതൊരു ബ്ലോക്കാണ്. ഓക്കെ ആണല്ലോ? ഇതിന് പറയാം, ഈ ബ്ലോക്കിന് പറഞ്ഞവരാണ് ബ്ലോക്ക് സ്കോപ്പ്. ബ്ലോക്കിനകത്തുള്ള പാർട്ട് പറഞ്ഞാൽ ബ്ലോക്ക് സ്കോപ്പ്. അത് ഈ ബ്ലോക്കിന്റെ സ്കോപ്പ്. ഓക്കെ, ഞാൻ var A ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ബ്ലോക്കിനകത്ത്, ഈ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഇഫ് ബ്ലോക്ക് ആകാം, ഫോറിന്റെ ബ്ലോക്ക് ആകാം, ഫൈലിന്റെ ബ്ലോക്ക് ആകാം, ഫംഗ്ഷന്റെ ബ്ലോക്ക് ആകാം, ഏത് ബ്ലോക്കും ഉള്ളതാവാം. ഞാനിവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് A എന്ന് കൊടുത്താൽ എന്തായാലും കിട്ടുക? കിട്ടുമോ? റൺ ചെയ്താൽ 10 കിട്ടി. ഇനി അത് വാറ് മാറ്റി ലെറ്റ് ആക്കുന്നു, അപ്പോഴും 10. ഇനി ഞാൻ കോൺസ്റ്റ് ആക്കുന്നു, അപ്പോഴും 10. ഇവിടെ നമ്മൾ പറയുന്നത് ഈ ബ്ലോക്കിന് പുറത്തുള്ള സ്കോപ്പിനെ ഗ്ലോബൽ സ്കോപ്പ് എന്നാണ് പറയാം. ബ്ലോക്കിനകത്തുള്ള സ്കോപ്പിനെ ബ്ലോക്ക് സ്കോപ്പ് എന്നാണ് പറയാം. ഒരു ഫംഗ്ഷനകത്തുള്ള സ്കോപ്പിനെ ലോക്കൽ സ്കോപ്പ് എന്ന്. ഈ 3 പേര് ആകെ നമുക്ക് 3 സ്കോപ്പാണുള്ളത്.
3 ഏരിയ, അതായത് ഒരു വേരിയബിൾ എവിടെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ സ്കോപ്പ്. ഈ ഒരു വേരിയബിളിന് നമ്മൾ പുറമെ ഒരു ബ്ലോക്കിനകത്തോ ഫംഗ്ഷനകത്തോ അല്ലാതെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേരിയബിൾ, മനസ്സിലായോ? ബ്ലോക്കിനകത്തോ ഫംഗ്ഷനകത്തോ അല്ലാതെ, ഇത് അങ്ങനെ ഒരു വേരിയബിൾ ആണ്. അതിന്റെ സ്കോപ്പ് ഗ്ലോബൽ സ്കോപ്പാണ്. അതായത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? ബ്ലോക്കിനകത്ത് ഉപയോഗിക്കാം, ലോക്കൽ സ്കോപ്പിനകത്ത് ഉപയോഗിക്കാം, നോർമൽ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? അതാണ് ഗ്ലോബൽ. ഇത് ഏത് ലെറ്റ് ആയാലും കോൺസ്റ്റ് ആയാലും വാർ ആയാലും അങ്ങനെയാണ്. ഓക്കെ, ഇത് നമുക്ക് തിരിച്ചെഴുതാം. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ബ്ലോക്കിനകത്ത് ഞാൻ var a equal to 10 എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ബ്ലോക്കിനകത്ത് ഞാൻ കൺസോൾ ചെയ്യുന്നു. എന്തായാലും കിട്ടുക 10 തന്നെ. ഇനി ഞാൻ ബ്ലോക്കിന് പുറത്ത് കൺസോൾ ചെയ്യുന്നു. എന്തായാലും കിട്ടുക 10. അതായത് വാറിന് എവിടെ ഡിഫൈൻ ചെയ്താലും ഗ്ലോബൽ സ്കോപ്പാണ്. ഓക്കെ ആണ്. ഫംഗ്ഷനകത്ത് പറ്റത്തില്ല, ഫംഗ്ഷൻ ഒഴിച്ച് ബാക്കി. അപ്പം ഫംഗ്ഷനകത്ത് എഴുതി കഴിഞ്ഞാൽ പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അത് നീ ഫംഗ്ഷൻ വർക്ക് ആവുന്ന സമയത്ത് പുറത്തേക്ക് എടുത്താൽ ഇപ്പൊ ഫംഗ്ഷൻ വെറുതെ എഴുതി കഴിഞ്ഞാൽ അതിന് ഉപയോഗിക്കാൻ പറ്റില്ല. ഞാൻ വരാം അതിലേക്ക്. ഓക്കെ, ഈ വാറിന് ഗ്ലോബൽ സ്കോപ്പാണ്, എവിടെ എഴുതിയാലും എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ ആണല്ലോ? ഞാൻ ഇനി വാർ മാറ്റി ലെറ്റ് ആക്കുന്നു. ഓക്കെ, എന്തായിരിക്കും ഔട്ട്പുട്ട്? ബ്ലോക്കിനകത്ത് ഡിഫൈൻ ചെയ്ത് ബ്ലോക്കിനകത്ത് യൂസ് ചെയ്യാം. ഞാൻ ഈ ബ്ലോക്കിന് പുറത്ത് കൺസോൾ ചെയ്യുന്നു. അതായത് ഈ ലെറ്റ് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിൾസ് ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ ആ ബ്ലോക്കിന് പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ബ്ലോക്ക് സ്കോപ്ഡ്. മനസ്സിലായി? വാറാണെങ്കിൽ അവിടെ ഉപയോഗിക്കാം, ബ്ലോക്കിനകത്താണെങ്കിലും പുറത്ത് ഉപയോഗിക്കാം, പുറത്താണെങ്കിലും അകത്ത് ഉപയോഗിക്കാം. പക്ഷെ ഇതെന്താ? ഇത് നമുക്ക് അകത്ത് മാത്രമേ, അകത്താണ് ഡിഫൈൻ, ഒരു ബ്ലോക്കിനകത്താണ് ഡിഫൈൻ ചെയ്യെങ്കിൽ പുറത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ബ്ലോക്ക് സ്കോപ്ഡ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ കോൺസ്റ്റ് ബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്താലും സെയിം എഫക്ട് കണ്ടോ? അപ്പം ലെറ്റും കോൺസ്റ്റും ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. ഫംഗ്ഷൻ കേസിലും സെയിം ഇതുപോലെ തന്നെ ലെറ്റും കോൺസ്റ്റും ബ്ലോക്ക് സ്കോപ്ഡ് ആണ്. പക്ഷെ വാർ ആണെങ്കിലോ ഗ്ലോബൽ സ്കോപ്ഡ് ആണ്, എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതാണ് സംഭവം. മനസ്സിലായോ? ഓക്കെ, അപ്പം നമുക്ക് ഇന്നിവിടെ സ്റ്റോപ്പ് ചെയ്യാം. 1 മണിയായി. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമുക്ക് ബാക്കി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിരുന്ന് കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ HTML മറ്റേ സൈറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ, അത് വിട്ടോ? അത് ചെയ്തായിരുന്നോ? അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. കാര്യം നമ്മൾ ഇനി അടുത്ത് പോകുന്നത് റിയാക്റ്റിലോട്ടാ. അവിടെ HTML വേണം, CSS വേണം, ജാവാസ്ക്രിപ്റ്റ് വേണം. അപ്പൊ നമ്മളൊരു ബുധനാഴ്ചയോടെ നമ്മൾ അതിലേക്ക് വരും. ഓക്കെ ആണല്ലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, തിങ്കളാഴ്ച നമ്മൾ കോഡ് ഫുള്ള് ചെയ്യുമായിരിക്കും. ചൊവ്വാഴ്ച ആകുമ്പോഴത്തേക്കും കുറച്ച് കാര്യങ്ങൾ പഠിക്കാണ്ട്, അല്ല വ്യാഴാഴ്ച കയറുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ അല്ല, നമ്മൾ ചൊവ്വാഴ്ച തൊട്ട് നമുക്ക് HTML വേണം. കാര്യം ഞാൻ പറയല്ലേ എങ്ങനെയാണ് HTML ഫയലിലേക്ക് ജാവാസ്ക്രിപ്റ്റ് കണക്ട് ചെയ്യുന്ന പഠിക്കാം. ഓക്കെ, അപ്പൊ അവിടെ HTML വേണം. അപ്പൊ നിങ്ങൾ HTML ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്തിട്ട് വരിക. ഓക്കെ ആണല്ലോ? സ്റ്റോപ്പ് ചെയ്യാൻ നോക്കുന്നു. നീ ഏതാ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ കമ്പൈൻ ചെയ്ത് അവിടെ ചെയ്യാം. HTML ഫുൾ എഴുതിയിട്ട് ജാവാസ്ക്രിപ്റ്റ് ചെയ്യാവുന്നില്ല. ഇപ്പൊ ഞാൻ പറയാം, നീ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നവബാർ എന്ന് വെച്ചോ. നീ നവബാറിന്റെ HTML CSS എഴുതും. എന്നിട്ട് അവിടെ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തുറന്നു പറഞ്ഞു എന്ന് വെച്ചോ. അപ്പൊ നീ എന്ത് ചെയ്യും, അവിടെ ഐക്കൺ വെക്കും. എന്നിട്ട് അതിന് ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അടുത്തതിലേക്ക് പോകും. അടുത്ത സെഷനിലേക്ക് പോകുമ്പോഴേക്കും അതിന്റെ ജാവാസ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. മനസ്സിലായി? അതെങ്ങനെയാണെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം എഴുതി ചെയ്യാം. പിന്നെ ബുദ്ധിമുട്ടാണ്. ആദ്യം ഓരോരോ പാർട്ടായിട്ട് ചെയ്ത് പോകുന്നതാണ് നല്ലത്. നമ്മൾ ഈ UI പല പാർട്ടായിട്ട് തിരിക്കും. നാവിഗേഷൻ ബാർ, പിന്നെ എന്താ ഹോം പേജ് സൈഡ് ബാർ, പിന്നെ എന്താ ഹോം കണ്ടന്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തിരിക്കും. ഫുട്ടർ, അതുകൊണ്ട് ഓരോന്നായിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് തരും. മനസ്സിലായോ?